ഹായ് ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാളായിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. നമ്മുടെ അജുവേലേക്ക് ഇത്തേം വിളിച്ചിട്ടുണ്ടായിരുന്നു വരണമെന്ന് പറഞ്ഞ്. കഴിഞ്ഞ വർഷം അതിന്റെ മുന്നിലത്തെ വർഷം എല്ലാം വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ പോവാ. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഓ, ഇവളെ എടുത്തോണ്ട് പോയി. പോവാ അങ്ങോട്ട്. അപ്പൊ ഞങ്ങള് നേരെ നമ്മുടെ സുധീരക്കയുടെ വീട്ടിലെത്തി. ചെന്നപ്പോ തന്നെ ആള് സ്വീകരിക്കാൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, വെള്ളയൊക്കെ ഇട്ട്. അപ്പൊ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഇത്തയുടെയും 20th വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അപ്പൊ അതൊക്കെ വിഷ് ചെയ്തു. അപ്പൊ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, ആളുകൾ വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ പെരുന്നാളിന് ഇത്തയും ഇതുപോലെ എല്ലാരെയും വിളിച്ച് നല്ല അടിപൊളി ഒരു ബിരിയാണി അല്ലേ അത് കൊടുക്കും. സൂപ്പർ ആയിരുന്നു. അപ്പൊ ചെന്നപ്പോ തന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, മുന്തിരി ജ്യൂസ്. തമാശക്ക് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പറമ്പിലുണ്ടായ മുന്തിരി വെച്ചുണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ കുടിച്ചു. കുഞ്ഞിന് ഇതൊക്കെ ഇഷ്ടം, ഈ മധുരമൊക്കെ. ശരിക്കും ഞാൻ പറയും, കുറുക്ക് കൊടുക്കുമ്പോൾ മാത്രം അവള് വാ തുറക്കത്തില്ല എന്ന്. ബാക്കി ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള എന്തിനും വാ തുറക്കുമല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്യും. അപ്പൊ ജ്യൂസൊക്കെ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ അതൊക്കെ ഞങ്ങൾ കുടിച്ചു. അപ്പൊ ഇത് അജ്വേല് വർക്ക് ചെയ്യുന്ന രാഖിയാണ്. ശരിക്കും അജ്വേല് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. ശരിക്കും എല്ലാവരും അടിപൊളിയാണ് കേട്ടോ, അജ്വേല് വർക്ക് ചെയ്യുന്ന എല്ലാവരും. അതിലൊരു സ്റ്റാഫാണ് നമ്മുടെ രാഖി. ഞങ്ങളോട് നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല ഒരാളാണ്. അവളെ കണ്ട് അവള് കുഞ്ഞിപ്പെണ്ണിനെ കരസ്ഥമാക്കി. പിന്നെ നമ്മുടെ കുഞ്ഞ് എന്താണെന്നറിയത്തില്ല, വിശപ്പൊക്കെ മാറി ഇരുന്നുണ്ടാവും. രാഖിയുടെ കയ്യിൽ നല്ല കംഫർട്ടായിട്ട് ഇരുന്നു. പിന്നെ രാഖി കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ കുഞ്ഞിയെ. രാഖിയുടെ 2 മക്കളാണ്. പേര് രൂപ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. ഞാനും ദച്ചൂസും. രാവിലേട്ടൻ പിന്നിരിക്കാന്ന് പറഞ്ഞു. അഥവാ രാഖിയുടെ ഇരുന്ന് കുഞ്ഞ് വഴക്കായാലോ, ഒരാൾ വേണമല്ലോ. അപ്പം രാവിലേട്ടൻ പിന്നിരിക്കാന്ന് പറഞ്ഞു. ഞാനും ദച്ചു ഇരുന്നു. നല്ല വിശപ്പും ആയായിരുന്നു. അപ്പൊ കുഞ്ഞ് രാഖിയുടെ നല്ല ആട്ടിയാടി രാഖി ഇങ്ങനെ കുലുക്കി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവള് നല്ലപോലെ രാഖിയുടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കഴിക്കാനിരുന്നു. ഇക്കയും എന്തായാലും ഈ വീഡിയോ കാണും. ശരിക്കും നിങ്ങൾ എന്ത് നല്ലവരാണ്. ഇങ്ങനെ എല്ലാ വർഷവും ഇതുപോലെ എല്ലാവരെയും വിളിച്ച് ഇതുപോലൊരു ഇതുപോലൊരു സൽക്കാരം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഫുഡൊക്കെ എത്തി. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറയായിരുന്നു വായിക്കാത്ത രുചിയാണ്. നല്ല ചിക്കൻ ഫ്രൈ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ദച്ചൂസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ദച്ചൂസ് ഹാപ്പി ആയിട്ട് കഴിച്ചു. അറ്റ് ലാസ്റ്റ് ബിരിയാണി കഴിച്ചാലോ, ഒരു ഐസ്ക്രീം ആയാലോ. അപ്പൊ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഇങ്ങോട്ട് മാറിയിരിക്കേ. പുള്ളിക്കാരനെ എടുത്ത് ഈ വെള്ളം പുള്ളിയെ കുറെ നേരം കൊണ്ട് എടുത്തതാ കേട്ടോ. അതുകൊണ്ട് പുള്ളി കാണിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.